you all to this very special occasion. The title ceremony of an anthology with 4 stories by 4 directors. Today is not just about a name. It is about unveiling an identity, a dream and a vision that will soon reach out to the world. 4 പേരുടെ ഒരു ബിഗ് ഡ്രീമാണ് ഇവിടെ പൂവണിയാൻ പോകുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ചുമതലക്കാരൻ കാരണക്കാരൻ ദേവൻചേട്ടനെ ക്ഷണിക്കാനാണ്. ദേവൻചേട്ടൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചേട്ടനാണ്. ഇപ്പോ ശിവസേനയുടെ കേരള സംസ്ഥാന സെക്രട്ടറി എന്നൊരു പദം അലങ്കരിക്കുന്നതിനോടൊപ്പം തന്നെ 16 വർഷമായിട്ട് ദിവസവും 300ഓളം ആൾക്കാർ ചേട്ടന്റെ അടുത്ത് വന്നിട്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും. സ്നേഹദീപമേ മിഴി തുറക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനായി. സ്നേഹദീപമേ മിഴി തുറക്കൂ, കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ. അടുത്തതായി നമ്മൾ കാത്തിരുന്ന അത്യപൂർവ നിമിഷമാണ് ടൈറ്റിൽ റിവീലിംഗ് ചടങ്ങ്. അപ്പൊ നമ്മുടെ ഈ ചിത്രത്തിന്റെ പേര് അറിയണ്ടേ? അറിയണം. വളരെ ആലോചിച്ച് ദീർഘനാളത്തെ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒടുവിൽ ഞങ്ങൾ 5 പേര്, ശ്രീ നവോദയ, സജു, ശ്രീ കാഞ്ഞിരമറ്റം, നമ്മൾ കാഞ്ഞിരമറ്റം എന്ന് വിളിക്കുമല്ലോ, അതുപോലെ ഷിജു, ശ്രീ ലാൽപ്രിയനാണ് എൻ്റെ കാരണക്കാരൻ. ഞാൻ ഒരു സിനിമ നിർമ്മാതാവൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. ഞാൻ അതിനകത്ത് പണം മുടക്കുന്നില്ല കേട്ടോ, എൻ്റെ ഒരു സുഹൃത്താണ് പണം മുടക്കുന്നത്. ഞാനതിനു വേണ്ടി ഒരു കഥാപാത്രം, ഒരു പാത്രീഭൂതനായെന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. ഭാരതത്തിന്റെ ആധ്യാത്മിക രംഗമായാലും ഭാരതത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളായാലും എല്ലാം സ്ത്രീകൾക്കാണ് പ്രാധാന്യം. സ്ത്രീ സംവരണമൊക്കെ ഇപ്പോഴാണ് വന്നത്. ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നദികൾക്ക് ഗംഗ എന്ന് പേരിട്ടു, അല്ലേ? യമുന എന്ന് പേരിട്ടു, അല്ലേ? നമ്മുടെ സുകുമാരൻ എന്ന് പേരിടാൻ പാടില്ലായിരുന്നോ? ഗോപാലകൃഷ്ണൻ എന്ന് പേരിടാൻ പാടില്ലായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവാന്റെ പേരിടാൻ, ശ്രീകൃഷ്ണൻ എന്നൊരു നദിക്ക് പേരിടാൻ പാടില്ലായിരുന്നോ? ഉണ്ടായില്ല. അപ്പൊ ഗംഗ, അപ്പൊ അടുത്ത യമുന, സിന്ധു, സരസ്വതി, അല്ലേ? എത്ര ഐശ്വര്യമാണ് കേൾക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിയത്. പക്ഷെ ഈ ദൈവങ്ങളുമായിട്ട് കഥയ്ക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞോട്ടെ. കഥ സ്വാഭാവികമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ 4 സ്ത്രീകൾ അനുഭവിക്കുന്ന, അവർ കടന്നു പോകുന്ന വഴികൾ, അവരുടെ സഞ്ചാരപഥം, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ പോകുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇതിന്റെ സംവിധായകർ ഇവിടെ സാജു നവോദയ. നമുക്ക് ആർക്കും സിനിമാ രംഗത്ത്, മലയാള സിനിമാ രംഗത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല. എന്നിരുന്നാലും നമ്മൾ അറിയണം, സാജു നവോദയാണ് ഗംഗ എന്ന സിനിമയുടെ ഇതിലുള്ള ആദ്യത്തെ സിനിമ ഗംഗ. അതിന്റെ കഥ, തിരക്കഥ, സംവിധാനം. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കും. പ്രശാന്ത് കാഞ്ഞിരമറ്റം. അദ്ദേഹത്തിന്റെ കഥ യമുന എന്ന കഥയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നിരവധി സ്റ്റേജ് ഷോകളിൽ അവതാരകനായും സ്കിറ്റുകളുമായും
പ്രേക്ഷകരുടെ പ്രിയതാരം പ്രശാന്ത് യമണ്ടൻ കഥ എന്ന് പറയുന്ന ഒരു യമണ്ടൻ പ്രേമകഥ, ആ ചിത്രം നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ വില്ലനായി അതിമനോഹരമായി മലയാള സിനിമ പ്രേക്ഷകരെ അവരുടെ മനസ്സുകളിലേക്ക് ആഴത്തിൽ കടന്നിരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കഥയാണ് യമുന. ശ്രീ പ്രശാന്ത് കാഞ്ഞിരമറ്റത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ശ്രീജു അഞ്ചുമന. ശ്രീജു അഞ്ചുമന ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം മറക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാൻ പറ്റൂല. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, എന്ത് രസമാണ് ഓണം വരിക തന്നെ. ഓക്കെ, അങ്ങനെ മലയാള മിമിക്രി രംഗത്ത്, ഹാസ്യരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ പേര് സിന്ധു. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതാണ് ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി. പുഞ്ചിരി ട്രാവൽസ് എന്ന സീരിയൽ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. കൈരളി ചാനൽ സംപ്രേഷണം ചെയ്ത പുഞ്ചിരി ട്രാവൽസ്. ആ പുഞ്ചിരി ട്രാവൽസ് മലയാള പ്രേക്ഷകർക്ക്, മലയാള കുടുംബങ്ങളിൽ സമർപ്പിച്ച വ്യക്തിത്വം. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഹ്രസ്വ ചിത്രം കാശി എന്ന ചിത്രത്തിന് ശ്രീ ലാൽപ്രിയന് 91 പുരസ്കാരങ്ങളാണ് കിട്ടിയത്. ആലോചിച്ച് നോക്കൂ, ഈ ഒരു ചെറിയൊരു ചിത്രം, ആ ചിത്രത്തിന് 91 പുരസ്കാരങ്ങൾ നേടുക എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിൽ ഇടം പിടിക്കപ്പെട്ടതാ. എത്ര പേർക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്. ഇനി ഉണ്ടോ ഇല്ലെന്ന് എന്റെ അറിവിലില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊന്നും ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പുറത്തുള്ള ഉണ്ടെന്ന് നമുക്ക് തപ്പി നോക്കേണ്ടി വരും. അപ്പൊ 91 ചിത്രങ്ങൾ, 91 അവാർഡുകൾ കരസ്ഥമാക്കി. ഇന്ന് ബോധി എന്ന് പറയുന്ന വെബ് സീരീസിലൂടെ ശ്രദ്ധേയമായ ഒട്ടേറെ ക്ഷേത്ര സംബന്ധമായ അനുഭവങ്ങൾ നമുക്ക് വരച്ചു കാട്ടി നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന ആധ്യാത്മികതയുടെ തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ലാൽപ്രിയൻ. അദ്ദേഹത്തിന്റെ ചിത്രമാണ് സരസ്വതി. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഈ 4 ചിത്രങ്ങളും ഒരുമിച്ച് ഒരു ചിത്രമായിട്ടാണ് രൂപാന്തരപ്പെടുന്നത്. 2.5 മണിക്കൂർ അത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു നവ്യാനുഭവമായിരിക്കും നൽകുക. എല്ലാവരും ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം ഒരു വൻ വിജയമാകട്ടെ എന്നാണ്. ഞാൻ അതല്ല പറയുന്നത്. ഈ 4 പേരും ചേർന്ന് ഇതിന് ശേഷം നിർമ്മിക്കാൻ പോകുന്ന വലിയ ഫീച്ചർ ഫിലിംസ് ഉണ്ട്, അതും സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ. ഇവർ 4 പേരും കൂടി സംവിധാനം ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ലാൽപ്രിയൻ ചേട്ടന് കുഴപ്പമില്ല, ചെറിയ അസൂയൊക്കെ ഉണ്ട്. 4 പേരും കൂടി ചെയ്യാൻ പോയാണ് എൻ്റെ ഇത്. ഞങ്ങളൊക്കെ ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. പക്ഷെ 4 പേരും നല്ല കഴിവുള്ള ആൾക്കാരാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർ നല്ല ചിത്രങ്ങൾ ഒരുക്കും, നല്ല രീതിയിൽ നടക്കും. ഇതിൽ ഏതിലാണ് എനിക്ക് വേഷമുള്ളതെന്ന് എനിക്കറിയില്ല, അതാണ് പ്രശ്നം. അതായത് ഇവന്മാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉദ്ഘാടനത്തിന് അതിനെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഏത് പടത്തിലാണോ, പ്രശാന്തിൻ്റെ പടത്തിലാണോ സാജുവിൻ്റെ പടത്തിലാണോ ഇതിലാണ് ഞാനുള്ളതെന്ന് അറിയാൻ പാടില്ല. അപ്പം അതും ഒരു കടങ്കഥയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ വളരെ ഭംഗിയായിട്ട് എല്ലാം വരട്ടെ എന്നാണ് ഇതിവിടെ തീരുമാനം. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകിപ്പോയി, പക്ഷെ ഞാൻ വൈകിയത് ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും അറിഞ്ഞല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാലേ, ഈ നമ്മുടെ സാജു, ഞങ്ങൾ ഒരുമിച്ച് ഗാനമേളയ്ക്ക് പോകുമ്പോൾ മിമിക്രിയൊക്കെ കാണിച്ചിട്ടപ്പോൾ സാജു ഗിന്നസിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അതുകൂടാതെ മറ്റു ട്രൂപ്പുകളിലൊക്കെ നടക്കുമ്പോൾ സാജു, ഞാനങ്ങനെ വലിയ മിമിക്രിക്കാരനും അതുപോലെ ഡാൻസറും ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അതിനുശേഷം സാജു പിന്നെ അയാളുടെ പ്രവൃത്തി പഥത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴൊക്കെ ഒരുപാട് നമ്മുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ആളാണ്. അതുകൂടാതെ നമ്മുടെ ഷിജു അഞ്ചുമന ഓണത്തിനിടക്ക് പുട്ടുകച്ചവടം കാസറ്റിൽ ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു ജഡ്ജിങ് കമ്മിറ്റി കണ്ടെത്തിയ മുത്താണ്. ഇവനാള് ചെറിയ ആളായിരുന്നു. അപ്പോൾ എഴുതാൻ വേണ്ടി വരുമ്പോൾ ആളെങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി വരുന്ന ഒരു ജഡ്ജിങ് കമ്മിറ്റി ആയിരുന്നു ഞങ്ങൾ. പിന്നെ ഇതിൽ ആള് പാസ്സാവുകയും അതുമാത്രമല്ല ഒരുപാട് ഡിഗ്രി എടുക്കുകയും പ്രസാദേട്ടനെ പോലെ മിമിക്രിയുടെയൊക്കെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന പ്രസാദേട്ടൻ്റെയൊക്കെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ
ഒരുപാട് 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 സന്തോഷിക്കുക ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇനി ഈ ലാൽപ്രിയനെ കുറിച്ച്, ലാൽപ്രിയൻ സംവിധാനം ചെയ്ത പുഞ്ചിരി ട്രാവൽസ് എന്ന് പറഞ്ഞ സീരിയല് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാനാണത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞ പാട്ടും പാടി വെറുതെ നടന്നാൽ മതിയായിരുന്നു. പക്ഷേ അവന് ഞാൻ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാം, അത് രഹസ്യമായിട്ട് പറയേണ്ട കാര്യമാണ്. ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഏത് സംരംഭമായാലും ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ലാഭം കൊയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇനി ഇതുകൊണ്ട് ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടട്ടെ എന്നാണ് പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത. അപ്പൊ അങ്ങനെ വരികയും അങ്ങേരുടെ കഴിവ് തെളിയിച്ച് ഒരുപാട് ഇപ്പൊ കാശി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, കാശി ഷോർട്ട് ഫിലിമിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഒരു പോലീസുകാരനായിട്ട്, താടിയൊന്നും ഇല്ലാത്തൊരു പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്ന് പറയുന്നത്, ഞാൻ അഭിനയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അഭിനയിപ്പിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകളെ കൊണ്ടുപോലും നന്നായി അഭിനയിപ്പിക്കുവാൻ കഴിവുള്ള വളരെ ക്രാഫ്റ്റുള്ള ഒരു മനുഷ്യനാണ് ലാൽപ്രിയൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ പുഞ്ചിരി ട്രാവൽസിലെ നായകൻ, ഞാൻ പറഞ്ഞില്ലേ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചുവെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റാതെ വന്നപ്പോൾ എന്നാ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഈ സാധനം 54 എപ്പിസോഡ് കൊണ്ടുപോയി. 54 എപ്പിസോഡ് തീർത്ത് കൈരളി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരെണ്ണം കൂടി ചെയ്തുകൂടെ എന്ന്. ഞാൻ സമസ്താപരാധം പറഞ്ഞ് രക്ഷപ്പെട്ടു, കാരണം പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിലെ നായകനായിരുന്നു നമ്മുടെ പ്രശാന്തിനെ എഴുതാനറിയാം, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഈ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന ഈ പ്രിയ സംരംഭത്തിൽ എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, ഇതൊരു നദിയുടെ കുറെ നദികളുടെ പേരായതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു 2 വരി. മാണിക്യ വീണാമുപരാലയം ദി മദാലസം മഞ്ജുളവാഗ്വിലാസം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗി മാതംഗ കന്യാം മനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവദംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ പുൽരേച്ചു പാശാങ്കുച പുഷ്പബാണഹസ്തേ നമസ്തേ നമസ്തേ ജഗദൈകമാതഃ. എല്ലാം നന്മകളുണ്ടാവട്ടെ. പാഷാങ്കുച എന്ന് പറഞ്ഞാൽ പാഷാൺ ഷാജിനെ പറ്റിയാണോ? അടുത്ത ബിപിൻ. നമസ്കാരം. വേദിയിൽ നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയരെ, ഒരുപാട് ആളുകളെ എല്ലാവരെയും എനിക്ക് തോന്നുന്നു വന്നു കഴിഞ്ഞപ്പോൾ മിക്ക ആളുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയമുള്ളതാണ്. നമ്മൾ സിനിമയിൽ ഒരുപാട് പൂജയ്ക്കും അങ്ങനെയുള്ള ടൈറ്റിലൊക്കെ നമ്മൾ പോകാറുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ പലരോടും നന്നായി വരട്ടെ, വിജയിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന 4 പേരുടെ ഒരു ഉദ്യമമാണ്. അതിൽ ഓരോരുത്തരും ഇങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഞാനായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ ചെറിയ രീതിയിൽ ഒരുപാട് പോകുന്നില്ല, 2 വരിയിൽ തീർക്കാം, കാരണം ഒരുപാട് പറയാനുണ്ട്. സാജു ചേട്ടൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. സാജു ചേട്ടൻ, എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെടുന്നതിന് മുമ്പ് സാജു ചേട്ടൻ അതിൽ ഇടപെട്ട് തീർത്തിരിക്കും. അതാണ് സാജു ചേട്ടൻ. വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. ഭക്ഷണം കഴിക്കുന്ന കാര്യമല്ല, അല്ലാതെ. കാരണം പുള്ളിയൊക്കെ അത് ഞാനൊക്കെ എവിടെയെങ്കിലും ഒരു നൊമ്പരപ്പെട്ടെന്നോ എന്തെങ്കിലും ഒരു വേദനിച്ചെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിളി വരുന്നത് സാജു ചേട്ടൻ്റെ ആയിരിക്കും. അതുകൊണ്ട് ആ സാജു ചേട്ടൻ എൻ്റെ പുതിയൊരു സംരംഭമാണ്. ഇനി കാഞ്ഞിരേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, കാഞ്ഞിരേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. കാഞ്ഞിരേട്ടൻ പ്രശാന്തൻ്റെ ഷോർട്ടാണ്. ഞാൻ എഴുതുന്ന സമയത്ത് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ആ സമയത്തിൽ സിനിമ നിനക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന, എന്നെക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് കാഞ്ഞിരേട്ടൻ.
പിന്നീട് എനിക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ യമണ്ടം പ്രേമകഥയിലൊക്കെ അദ്ദേഹത്തിന് ചെറിയ വേഷമാണെങ്കിൽ പോലും അത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹവും പുതിയൊരു സംവിധാനത്തിലേക്ക് കിടക്കണം. ഇനി ഉള്ളത് ഷിജി ചേട്ടനാണ്. ഷിജി ചേട്ടന് ഞാൻ കണക്ട് ചെയ്യുന്നത് പ്രദീപേട്ടനെ. കാരണം ഓണത്തിലൊക്കെ കുട്ടിവെച്ചോടത്തിലൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രദീപേട്ടനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ പ്രദീപേട്ടനെ കാണാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്ത ആളാണ് ഞാൻ ഷിജി ചേട്ടനെ. ഷിജി ചേട്ടനാണ് അന്ന് പ്രദീപേട്ടൻ്റെ വീട്ടിൽ ഫോണൊക്കെ എടുക്കുക, അറ്റൻഡ് ചെയ്യുക. അത് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഷിജി ചേട്ടനായിട്ടുള്ള പരിചയം. പക്ഷേ ഷിജി ചേട്ടൻ ഈ അടുത്ത കാലത്ത് ഷിജി ചേട്ടൻ പറയാലോ അല്ലേ, എന്തായിരുന്നു എന്ന് പറഞ്ഞേക്കാം. ഈ അടുത്ത കാലത്ത് ഷിജി ചേട്ടൻ എന്നെ നായകനാക്കിയിട്ട് ഒരു സ്ക്രിപ്റ്റുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ നോർമലി നമ്മൾ മിമിക്രി എഴുതുന്നവരുടെ രീതികളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഗംഭീരമായൊരു സ്ക്രിപ്റ്റാണ് ഷിജി ചേട്ടൻ കൊണ്ടുവന്നത്. അത് എത്രയും പെട്ടെന്ന് ഷിജി ചേട്ടൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി ലാൽജിയുടെ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽജിനെ പരിചയപ്പെടുന്നത്. കാശി അത് ഗംഭീര ഷോർട്ട് ഫിലിമാണ്. പിന്നീട് അവരത് ഫീച്ചർ ഫിലിം ആക്കാനൊക്കെ പോയി, ചില സാങ്കേതിക കാരണങ്ങളാണ് നടന്നില്ല. എന്തായാലും ചേട്ടനും എല്ലാവർക്കും, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്നോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെയും വിജയമാണ്. അപ്പോൾ ഈ ഒരു പുഴയുടെ പേരാണല്ലോ മൊത്തം. ഈ പറയുന്ന ഗംഗ എന്ന് പറയുന്നത് അതൊരു പുണ്യമാണ്, സിന്ധു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരമാണ്, പിന്നെ ഈ പറയുന്ന പോലെ സരസ്വതി ദേവിയാണ്, എഴുത്താണ്, അക്ഷരമാണ്. അപ്പോൾ ഈ പുഴ പോലെ തന്നെ ഒരു തട്ടും തടിയും ഇല്ലാതെ എന്താ പറയുന്ന ഒരു നന്നായിട്ട് ഒഴുകാൻ പറ്റട്ടെ ഈ സിനിമ, എല്ലാവരുടെയും മനസ്സിലേക്ക് ഒഴുകാൻ പറ്റട്ടെ. ആന്തോളജി എന്ന് പറയുന്ന നാല് രീതിയിലാണ് എങ്കിലും സിനിമ എന്ന് പറയുന്ന ഒറ്റ കണ്ണിയിലാണ് ഇത് ഒന്നാകുന്നത്. ഇത് ഇവരുടെ 4 പേരുടെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. എനിക്ക് 100% ഉറപ്പാണ്, 4 കഥയാണെങ്കിലും ഇതൊരു താമരനൂല് പോലെ നിങ്ങളുടെ മനസ്സുപോലെ തന്നെ ഒറ്റക്ക് ഒരു സ്ട്രെങ്ത്തിൽ ഇത് വന്ന് നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. രശ്മി അനിൽ അവിടെ ഇന്ന് കാണത്തില്ല, അതുകൊണ്ട് മുന്നോട്ട് നീക്കിയിട്ടേ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ. എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർ, എല്ലാവരും അടുത്തറിയാവുന്നവർ. അപ്പോൾ പ്രശാന്തേട്ടനാണ് വിളിച്ചത്, ഷീച്ചേട്ടനും സായിച്ചേട്ടനും വിളിച്ചിട്ടല്ല ഞാൻ വന്നത്. പ്രശാന്തേട്ടൻ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ. അതെ, പ്രശാന്തേട്ടനെ മാത്രം ഞാൻ കുറച്ച് പൊക്കി പറയാം. പക്ഷെ എന്നാലും വന്ന വഴി മറക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് കോമഡി ഫെസ്റ്റിവലിൽ വരുന്ന സമയത്താണ് സായിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. പക്ഷെ അതിൽ കുറച്ച് നമ്മളെ അറിയപ്പെട്ട് തുടങ്ങിയതും എല്ലാം കോമഡി ഫെസ്റ്റിവലിലൂടെയാണ്. അന്ന് തന്നെ സായിച്ചേട്ടൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ഉൾപ്പെടുത്തുമായിരുന്നു. അതിനൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. പിന്നെ അദ്ദേഹം നായകനായിട്ട് ചെയ്ത സിനിമ കരിങ്കണ്ണനകത്തിലും നല്ലൊരു ക്യാരക്ടർ തന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ബിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാലോ അപ്പോൾ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ, പൂനെയിലൊക്കെ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ, അത് മറന്നുപോയേ, ഷോയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകായിരുന്നു. അതും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഷീച്ചേറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീച്ചേറിനെ ഒരു സമയത്ത് സുജ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, രശ്മിക്ക് പേയ്മെൻ്റ് ഒന്നും പറയാൻ അറിയത്തില്ലേന്ന്. എന്തൊരു കാര്യം വന്നാലും ഏതൊരു വർക്ക് വന്നാലും അപ്പം ഞാൻ ഷീച്ചേറിനെ വിളിക്കും, ഷീച്ചേട്ടൻ ഞാൻ എത്ര രൂപ പേയ്മെൻറ്റ് പറയണം, അതുപോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാം പഠിപ്പിച്ചു തന്ന ഷീച്ചേട്ടനായിരുന്നു. അപ്പോൾ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണ് ഷീച്ചേട്ടനെ. കോമഡി സ്റ്റാഴ്സിൽ ഷീച്ചേട്ടന് ഗ്രൂമറായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഷീച്ചേട്ടനോട് ഇപ്പം നന്ദി പറയുന്നു. പിന്നെ ലാൽ ചേട്ടനെ എനിക്ക് പരിചയമായിരുന്നു. ചേട്ടാന്ന് വിളിച്ചപ്പോൾ ഞാനങ്ങ് കൊച്ചായിപ്പോയ പോലെ. ഇദ്ദേഹത്തെ പരിചയം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ കൂടെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ സിനിമയിൽ എന്തായാലും കാണുമായിരിക്കുമല്ലോ ഞാൻ. പക്ഷെ പ്രശാന്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പ്രശാന്തേട്ടൻ്റെ സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തേലും ആയിക്കോട്ടെ, പോട്ടെ കേട്ടോ, പറയാം നമുക്ക്. എന്തേലും മനസ്സിൽ തോന്നിയാലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് ഈ 4 സിനിമകളും ഒന്നിച്ച് ഇപ്പം ബിബിൻ പറഞ്ഞ പോലെ തന്നെ ഒരു നൂലിലെ 4 സിനിമകളും ഇങ്ങനെ ഒഴുകി പുഴ പോലെ ഒഴുകി പോട്ടെ. അപ്പം നല്ല വിജയമാവട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ, എല്ലാവിധ ആശംസകൾ. താങ്ക് യു. അയ്യോ, മനോജേട്ടനെ പറഞ്ഞില്ല, പ്രദീപേട്ടനെ പറഞ്ഞില്ല. മനോജേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ മനോജേട്ടനും ഞാനും ഒരുമിച്ച് ഇതുപോലെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാ വർക്കുകളിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവും അല്ലേ ഏട്ടാ. കാണുമ്പോൾ നമ്മൾ സംസാരിക്കാൻ നല്ല സ്നേഹമാണ്. പ്രസാദേട്ടനെ അതുപോലെയാണ്. പ്രസാദേട്ടൻ എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഡാൻസ് അറിയാമോ എന്ന് ചോദിച്ചിട്ടാണ് പ്രസാദേട്ടൻ വിളിക്കുന്നത് പ്രസാദിൻ്റെ ടീമിലേക്ക്. പക്ഷെ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് നന്നായിട്ട് ഡാൻസ് അറിയാമെന്ന്.
പിന്നെ പ്രദീപേട്ടനും ഞങ്ങളും US ഒരു ട്രിപ്പ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു മാസം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ധർമ്മേട്ടനുമായിട്ട് എന്താ നല്ല കൂട്ടാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു ഒരു ബന്ധമില്ല. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. ഈ നിൽക്കുന്ന എല്ലാവരും എൻ്റെ സഹപ്രവർത്തകരാണ്. ഇടയ്ക്ക് ഞാൻ കട്ടവണാണ്, മൈക്ക് കട്ടവണെന്നുള്ളത്. മിമിക്രി കഴിഞ്ഞാൽ അടുത്ത സിനിമയാണ്. ആ മേഖലയിലേക്ക് എൻ്റെ കൂട്ടുകാർ പ്രവേശിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു, വിജയാശംസകൾ നേരുന്നു. വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും ഇവിടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്നും വിളിക്കുന്ന, എന്നും കാണുന്ന, എന്നും സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകൾ, സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഷിജു അഞ്ജുവിനെ ഇന്നലെയും കൂടെ എന്നെ ഡയറക്റ്റ് ചെയ്തേ എല്ലാ ആഴ്ചയിലും എന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഹലോ. പിന്നെ പ്രശാന്ത് ഞാൻ ഒരുമിച്ചാണ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ സാജു എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഇന്ന് മലയാള സിനിമയിൽ കുറച്ച് സിനിമകൾ മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് റെക്കമെൻഡ് ചെയ്തതും എന്നെ വിളിച്ചതും എൻ്റെ സായപ്പനാണ്. പിന്നെ എല്ലാവരും ലാൽപ്രിയനൊക്കെ എല്ലാവരും എല്ലാ ദിവസവും കാണുന്ന എല്ലാവിധ ആശംസകളും അറിയിക്കും. താങ്ക് യു. ഇനി സൂരജ് പാലക്കാരൻ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി എന്നോണം നമ്മുടെ ട്രൂ TV-യിലൂടെ അല്ലാതെ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര്. ഈ കഴിഞ്ഞ ഇടയ്ക്കും അല്ലേ ഒരുപാട് വ്യവസായ പ്രമുഖരുടെ ശത്രുത ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സൂരജ് പാലക്കാരൻ. നമസ്കാരം. ഇവിടെ ബിബിൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞ മിമിക്രി ഒരു ഇത് കഴിഞ്ഞിട്ട് സിനിമ തന്നെയാണ് സ്വപ്നം. അഞ്ജുവിനെ ഇവൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അഞ്ജുവിനെ സിനിമയായില്ലേ അപ്പം ആയടാ റെഡി ആയിട്ട് കുറേ ഇങ്ങനെ കാണുന്നുണ്ട്, ഒന്നും അങ്ങനെ ആവുന്നില്ല. ഭയങ്കര ആ പറച്ചിലിൽ നമുക്കറിയാം ആ മനസ്സിൻ്റെ വിഷമം, ഇതിനോടുള്ളൊരു പാഷൻ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലേ. അപ്പം പ്രശാന്ത് ആണെങ്കിലും സാജു ആണെങ്കിലും ലാൽപ്രിയനാണെങ്കിലും ഇവരൊക്കെ ഉള്ളിൽ സാജുവിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പും സാജുവിന് ഞങ്ങൾ പണ്ട് ദൃശ്യ എന്ന് പറയുന്ന ട്രൂപ്പിൽ പോയിരുന്നു. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തൊരു ട്രൂപ്പിൽ. അപ്പം അന്നും ഈ ആജുവിനോ ഡാൻസ് ആയിരുന്നു അറിയാമായിരിക്കും, സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുകയായിരുന്നു. അപ്പം അങ്ങനെയാണ് രശ്മിയെ കാണുന്നത്. രശ്മിയുടെ അഭേദ്യമായ പ്രണയത്തിലൊക്കെ കാഴ്ചക്കാരായിട്ടും അപ്പൊ അന്ന് രശ്മിയുടെ കല്യാണം സജുവിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ വിവാദമായ കല്യാണമായിരുന്നു. അപ്പൊ ഞാനും പ്രശാന്തും നമ്മുടെ ഗിരീഷും എല്ലാം കൂടെ അന്ന് സ്റ്റീലിന്റെ പുട്ടുകൂടെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഷെയർ ഇട്ട്, അപ്പൊ ഞാനന്ന് 25 രൂപ, ഇവനെ കൂടുതൽ പൈസയാണ് ബൈക്കിനൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ പുട്ടുകൂടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിയുമ്പം ചെറിയ വീട്ടില് രശ്മി താഴെ കിടക്കുകയും ഞാനും സാജു കൂടെ കട്ടിലേക്ക് കിടന്ന കഥയുണ്ട്. ഈ കഥ പുതിയ കഥയല്ലേ, പറഞ്ഞിട്ടില്ല. ആ പുട്ട് ഇന്നത്തെ തീർത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയും സിനിമയോടുള്ള അർപ്പണബോധം, സിനിമ എന്ന് പറയുന്നത് വന്ന് ഭവിക്കേണ്ടതാണ്. ഇവിടെ കൊണ്ടുവരണം സിനിമയെന്ന് പറയുന്നത് ഒന്ന് ഭവിക്കേണ്ടതാണ്. ആ സമയം എത്തിയിരിക്കുകയാണ്. ജഗദീശ്വരൻ ഇവരുടെ 4 പേരുടെ ഒപ്പം ഉണ്ടാവട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ പ്രാർത്ഥനയും ആത്മാർത്ഥമായ ഹൃദയം തൊട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്. എനിക്ക് കലാകാരന്മാർ അല്ലെങ്കിൽ ഈ ഒരു തലമുറ ശരിക്കും മലയാളിയുടെ എല്ലാവിധമായിട്ടുള്ള സന്തോഷങ്ങളും ഏറ്റവും കൂടുതൽ അവരുടെ വീടുകളിൽ എത്തിക്കുന്നവരാണ്. നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും ഇദ്ദേഹത്തിൻ്റെ ചില ഡയറക്ഷൻസ് ഒക്കെ കാണും, ചിന്തിക്കും ഇത്രയും ആശയങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളത്. ഈ 4 ആളുകൾ അവർ ചെയ്യുന്നൊരു ഉദ്യമം അത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ് നമ്മുടെ നദികൾ. അത്രയും പുണ്യമായിട്ടുള്ള നദികളുടെ പേര് അത് ഒഴുകി ഇന്ത്യക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാക്കിയ പോലെ ഈ നദി മലയാള സിനിമയ്ക്ക് വലിയ വലിയ മാനങ്ങൾ, അഭിവൃദ്ധി, ഇത് വലിയ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് മാത്രം പറയുന്നു. എല്ലാവിധ വിഭാഗങ്ങളും ഈ കലാകാരന്മാർക്ക് നേരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഈ 4 പേരും പടം സംവിധാനം ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് ഞങ്ങൾ ഈ പടത്തിലേക്ക് സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ചതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം നമ്മൾ മുമ്പ് ചെയ്ത് കാണിച്ച ഒരു ഡയറക്ടർമാർ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പം അത്തരത്തിലൊരു കാര്യം ഞങ്ങൾക്ക് വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസറും ബാക്കിയുള്ള എല്ലാവർക്കും ഞങ്ങൾ ആദ്യം ഹൃദയം നിറഞ്ഞ് നന്ദി പറയണം. പിന്നെ ഇന്നിവിടെ ക്ഷണിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി.
ഇന്ന് ഈ കാണുന്നത് പോലെയുള്ള ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഇനി മുമ്പോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഇപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഉണ്ടാവും എന്നറിയാം, എല്ലാവരും കൂട്ടുകാരാണ്. എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പം എല്ലാവർക്കും ഇന്നിവിടെ വന്ന ചാനലിലും അതുപോലെ മറ്റേ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാനും പ്രശാന്തും ഷിജുവും പ്രിയനും എല്ലാവരും പ്രൊഡ്യൂസറുകൾ അടക്കമുള്ളവരുടെ നന്ദി ഞാനായിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. മുമ്പോട്ടും ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ ലാൽപ്രിയൻ ചേട്ടനാണ്. ഞങ്ങൾ 4 പേരും സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ലാൽപ്രിയൻ ചേട്ടനാണ്. പിന്നെ പ്രദീപേട്ടൻ നമ്മുടെ ടീമിൽ ഉൾപ്പെടുന്ന ആൾ കൂടിയാണ്.
നമസ്കാരം, ഞാൻ പ്രശാന്ത് കാഞ്ഞിരമറ്റം. അപ്പോൾ പെൻ സിനിമാസിൻ്റെ ബാനറിൽ ഉടനെ ചിത്രീകരണം ആരംഭിക്കുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഗംഗ യമുന സിന്ധു സരസ്വതി എന്നാണ് ആ സിനിമയുടെ പേര്. ആന്തോളജി മൂവിയാണ്. 4 സംവിധായകരാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ 4 കഥകളാണ്. അതിൽ ഒരു കഥ സംവിധാനം ചെയ്യുന്നത് ഞാൻ, പിന്നീട് അടുത്ത കഥ ഷിജു അഞ്ജുവന, അതിനടുത്ത കഥ ലാൽപ്രിയൻ ചേട്ടൻ, പിന്നെ സാജു നവോദയ. അങ്ങനെ 4 സംവിധായകരാണ്. കൂടുതൽ വിശേഷങ്ങളെല്ലാം നമ്മൾ അറിയിക്കാം. ഇനിയിപ്പോൾ ഷിജു അഞ്ജുവന സംസാരിച്ചു. അല്ല, എന്നാലും സിനിമയുടെ ഒരുപാട് ഉൾക്കാഴ്ചകളിലേക്ക് നമ്മളെ 4 പേരെയും ഭൂരിഭാഗം സമയത്ത് എല്ലാവരും കണ്ടിട്ടുള്ളത് കോമഡി പ്രോഗ്രാമുകളായിട്ടാണ്. സ്റ്റേജ് പരിപാടികൾ, മിമിക്രികൾ, പിന്നെ അതുപോലെ കോമഡി സ്കിറ്റുകളൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറി ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളതും ഗൗരവമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഗംഗ യമുന സിന്ധു സരസ്വതി എന്ന് പറഞ്ഞ ഈ സിനിമ വളരെ ഗൗരവമായൊരു സിനിമ തന്നെയായിരിക്കും. ഒരിക്കലും ഒരു മിമിക്രിക്കാർ എന്ന് കരുതി നിങ്ങളൊരു മുൻധാരണയോടെ ഒരു കോമഡി സിനിമ ആയിരിക്കും എന്ന് വിചാരിക്കേണ്ട. അത്തരത്തിലുള്ളൊരു സിനിമയല്ല ഞങ്ങൾ ചെയ്യുന്നത്. 4 പേര് ചേർന്ന് ചെയ്യുന്ന 4 കൊച്ചു സിനിമകൾ ചേർന്നൊരു വലിയ സിനിമ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം. ഈ സിനിമ എല്ലാ രീതിയിലും ഒരു വൻ വിജയമാകാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇതൊരു കൊച്ചു സിനിമ ആണെങ്കിൽ കൂടി ഞങ്ങളുടെ വലിയൊരു മോഹമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. ഈ 4 കഥാപാത്രങ്ങളും 4 ചിത്രങ്ങളിലും 4 നായികാ പ്രാധാന്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മുഖ്യധാരയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് വരുന്നത്. അതിൻ്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉയർപ്പിൻ്റെ 4 സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും 4 ചിത്രങ്ങളിലും. എന്നാൽ പല ജോണറുകളിലായിരിക്കും നമ്മളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസുകൾ നമ്മൾ പുറകെ അറിയിക്കുന്നതായിരിക്കും. പടം ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ 4 പടങ്ങൾ 4 ഡയറക്ടർമാർ ചെയ്യണം. എന്നിരുന്നാൽ പോലും നമ്മളുടെ ഈ ഒരു പടം നമ്മളൊരു സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകൻ ഒറ്റയടിക്ക് 4 സിനിമ കണ്ടിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. പക്ഷെ അവർ വന്നിരിക്കുമ്പോൾ എല്ലാം കണക്റ്റഡ് ആയിട്ട്, എന്നാൽ അതിൽ ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റേ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് താരതമ്യമൊന്നും ഉണ്ടാവില്ല. 4 പടം തന്നെയാണ്. പക്ഷെ അത് ഒറ്റ നൂലിൽ കോർത്ത് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ത്രീകൾക്ക് അവരുടെ വിഷയങ്ങൾ, ഒരു 4 വിഷയങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെ സിനിമ ചെയ്യണത്. അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ 4 പ്രശ്നങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ചെയ്യുന്ന സിനിമയിൽ 4 വിഷയങ്ങളാണ്. ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള പടത്തിൻ്റെ പൂജയാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആണെങ്കിലും കൂടെ നിങ്ങളെ അറിയിക്കും. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഷിജു പറഞ്ഞ പോലെ തന്നെ ഇത് മിമിക്രിക്കാരിൽ നിന്ന് ചെയ്യുമ്പോൾ അതൊരു കോമഡി സിനിമയായിട്ട് ഒരിക്കലും കാണണ്ട. വളരെ നാളത്തെ ഞങ്ങളുടെ പ്രയത്നമാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും സിനിമകൾ കാണുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് എന്താ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലുള്ള നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നതും നമുക്ക് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത പരിപാടികളും തുടരെ നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഞങ്ങൾ തുടക്കക്കാരെന്ന നിലയിൽ ഈ സപ്പോർട്ട് ഇപ്പോഴേ ഈ ഒരു സപ്പോർട്ട് കിട്ടി തുടങ്ങിയാലേ മുമ്പോട്ട് നമുക്കിത് കുറച്ച് എനർജി കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. എന്താണ് ഇതിന് ജോണർ എന്തായിരുന്നത്? അത് 4 ടൈപ്പിലുള്ളതാണ്. നമ്മളെ സ്ത്രീകൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഓരോ വിഷയമുണ്ടായിരുന്നു. കുട്ടികൾ അനുഭവിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, അമ്മമാർ അനുഭവിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, ഈ ചേച്ചിമാർ ഓരോ കാറ്റഗറിയിൽപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകൾ പല വേദനകളാണ്. അപ്പം അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ 4 അവരുടെ ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതൊരു 4 സംഭവങ്ങളാണ് 4 പടത്തിലൂടെ കാണുന്നത്. 5ാമത്തെ പുരുഷന്മാരുടെ വേദനയാക്കിക്കൂടെ? അത് ഗംഗ യമുന സിന്ധു സരസ്വതി അറബിക്കടൽ. ഇത് ചേർന്ന സ്ഥലമില്ലേ? അത് പുരുഷനാണ്. ഈ പേരിലേക്ക് എങ്ങനെ എത്തി? 3 പേരും ഭയങ്കരമായിട്ട് അല്ല, ഇതൊരു സംസ്കാരമാണല്ലോ നമ്മുടെ. അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ സ്ത്രീകളുടെ അമ്മയായിട്ട് അങ്ങനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ ലീഡർ നിൽക്കുന്ന ദേവൻ സാറിൻ്റെ ഒരു സെഷനും കൂടി ഇതിനകത്തുണ്ടായിരുന്നു. ലാൽപ്രിയനും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പേരാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം കണ്ടെത്തിയത്. അതിലേക്ക് ഞങ്ങൾ കഥകളെ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ എല്ലാ കഥകളും ഞങ്ങൾ പറഞ്ഞു വെച്ച കഥകളൊക്കെ ആ പേരിന് കൃത്യമായിട്ട് വന്നു ചേരുകയും അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ പറയുന്നത് പിന്നെ സാജി പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ സ്ത്രീകളുടെ എന്ന് പറയുന്നത് പോലെ അതിനേക്കാളും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സ്ത്രീകളുടെ ഉയർപ്പാണ് നമ്മൾ കുറച്ചുകൂടി അതിനകത്ത് പ്രോമിനൻസ് കൊടുക്കുന്നത്. അതായത് അവരെ അതിജീവിച്ച് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന സ്ത്രീകളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു മുഖ്യധാരയിലേക്ക്, ഇപ്പോൾ എല്ലായിടത്തും അവർക്കൊരു മുഖ്യധാരയിൽ എല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട്.
ഇപ്പം നിയമ വ്യവസ്ഥിതിയിലായാലും അല്ലെങ്കിൽ മറ്റ് കലാരംഗത്തായാലും കായിക രംഗത്തായാലും മറ്റ് സാഹിത്യ മറ്റ് മേഖലകളിലൊക്കെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഇന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവരെ കുറെ കൂടി അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അവർ അതിജീവിച്ചു വരുന്നതിനെ കുറിച്ചും അവരുടെ ഒരു ഉയർപ്പാണ് നമ്മളിത് ഈ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം സെൻട്രൽ ക്യാരക്ടേഴ്സ് 4 പേരും മുഖ്യധാരല്ലേ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് തന്നെയായിരിക്കും സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നവർ. ഡിസ്കഷൻ നടന്നിരുന്ന പേര് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. കാരണം അത് ഞങ്ങൾ കുറച്ചുകൂടി സമയം തരണം, കുറച്ചുകൂടി സമയം വേണം ഞങ്ങൾക്ക് അത്ര ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട്. വേറെ ആർട്ടിസ്റ്റ് ഇതിലൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ല. ഈ 4 പേരുടെ കാര്യത്തിൽ അത് കറക്റ്റായിട്ടുള്ള സെലക്ഷൻ അല്ലെങ്കിൽ പടത്തിന് മൊത്തത്തിൽ ബാധിക്കും. ഞങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷേ അവിടത്തേക്ക് നമുക്ക് ആർട്ടിസ്റ്റുകളാണ്, നമുക്ക് വിളിക്കുമ്പോൾ തന്നെ ഓടിച്ചൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു സമയത്തിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ലോഞ്ചിങ് നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ കാസ്റ്റിങ്ങും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം പുറത്തു വരും. അപ്പോഴേക്കും നമ്മൾ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പലരും അതിൽ വില്ലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൺഫർമേഷൻ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതിന് ഇനിയും കുറച്ചുകൂടി ചർച്ചകളും മുന്നോട്ട്, കാരണം കഥകൾ ഇപ്പോൾ തന്നെ ലോക്ക് ചെയ്തിരിക്കുന്ന കഥകളും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുന്ന സിനിമകളോ അല്ലെങ്കിൽ ചെയ്തു പോയിരിക്കുന്ന സിനിമകളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കാസ്റ്റിംഗ് ഇപ്പോൾ ഏകദേശം എല്ലാം നമ്മളുടെ ചർച്ചയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. കൊമേഴ്സ്യൽ മൂവിയാണോ? അല്ല, ഞങ്ങൾ അഡ്വാൻസ് പറഞ്ഞു ഞങ്ങളാകുമ്പോഴത്തേക്ക് തമാശപ്പടം എന്നുള്ള രീതിയിലേക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകും. പക്ഷെ അങ്ങനല്ല കൊണ്ടുള്ളൂ. ഈ സിനിമയിൽ 4 സംവിധായകർ ഒന്നിക്കുകയാണല്ലോ. അതെ, എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞങ്ങൾ നേരത്തെ സിനിമയ്ക്ക് വേണ്ടി ഒന്നിച്ചവരല്ല, ശരിക്കും പറഞ്ഞ കുട്ടിക്കാലം തൊട്ട് വെച്ചുള്ളവരെല്ലാരും. അല്ല, അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ചിന്താഗതികളില്ല. ഏകദേശം ഒരേ മൈൻഡിൽ തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് കോമഡികൾ മാത്രം ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ഞങ്ങൾക്ക് ചിന്തിക്കണമെന്ന് തോന്നി ഞങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നു. അതിൽ സക്സസ് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. അതിൽ പലപ്പോഴും ഞങ്ങൾ കൂടിച്ചേരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കോമഡിയെ കുറിച്ചോ അല്ലെങ്കിൽ മിമിക്രിയെ കുറിച്ച് അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ നാടകങ്ങളെയും സിനിമകളെയും കുറിച്ചാണ് കൂടുതൽ. ഇപ്പോൾ ഷിജു അഞ്ജുവിനായാലും പ്രിയചേട്ടനായാലും അല്ലെങ്കിൽ സാജുവായിട്ടാണെങ്കിലും എപ്പോഴും ഡിസ്കഷനിൽ കൂടുതലും നമ്മളുടെ യാഥാർത്ഥ്യമായിട്ടുള്ള അഭിനയ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ സിനിമകളെക്കുറിച്ചും നല്ല നാടകങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാറ്. ഇവർക്ക് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതെ, പ്രൊഫഷണൽ നാടക ട്രൂപ്പ് സ്വന്തമായി ഉണ്ടായിരുന്ന ആളാണ് പ്രിയചേട്ടൻ്റെ ഫാദർ. ഒരു വലിയ ഒരു കുലപതിയായ ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഞാനും എൻ്റെ അച്ഛനൊരു കാഥികനായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൻ്റെ ഒരു പിൻബലത്തിൽ വന്നതുകൊണ്ട് നമുക്കൊക്കെ ചർച്ചകളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സിനിമകളും നാടകങ്ങളും അഭിനയങ്ങളും ഒക്കെ തന്നെയാണ്. ഞാൻ പറയും. ഇപ്പം ഈ ഞാനും അമേച്ചർ നാടകം കളിച്ചിട്ടിരിക്കുന്ന ആളാണ്. ഞാൻ കോമഡി ചെയ്യുന്നതിലുപരി ഞാൻ നാടകം സംവിധാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ അത്തനഗറിൽ നടന്ന നാടക മത്സരം 19 നാടകം ഉണ്ടായിട്ട് അതിൽ എൻ്റെ നാടകത്തിനാണ് സെക്കൻഡ്. ഞാനാണ് അവിടുത്തെ മികച്ച നടൻ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തമാശ നമ്മൾ സ്കിറ്റിലേക്ക് വന്നപ്പോൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ. ഞാനും പറയും, ഞാൻ അറിഞ്ഞ നാടകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. എന്തായാലും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ സമീപിക്കുന്നത്. അല്ലാതെ ഒരു ലാഘവത്തോടെ കാണുന്നില്ലേ സിനിമ. 4 സംവിധായകർ എന്നുള്ളതിൽ ഇതായതുകൊണ്ടാണോ ആന്തോളജി മൂവി ആയിട്ട് സെലക്ട് ചെയ്യാൻ കാരണം? അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കഥ എടുക്കാൻ ഞങ്ങളുടെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടൊരു ആന്തോളജി മൂവി അങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു കഥയിലേക്ക് ചുരുങ്ങാതെ 4 കഥ തന്നെ വേണം എന്നുള്ള തീരുമാനം വന്നത്? നമുക്ക് 4 വിഷയങ്ങൾ പറയാൻ പറ്റും. ഒരു സിനിമയിൽ നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ഫാമിലിയുടെ കഥയോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ കഥയോ പറഞ്ഞു പോകാം. ഒരു 4 വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റും. ആ സമൂഹത്തിന് വേണ്ട വിഷയങ്ങൾ തന്നെ. അപ്പൊ അതാണ് ഇങ്ങനെ ഞങ്ങള് ഒരു കണക്കിന് ഈ അടുത്ത കാലത്ത് നമ്മൾ കുറെ ആന്തോളജികൾ കണ്ടിട്ടുണ്ട്. അത് OTT പ്ലാറ്റ്ഫോമിലായെങ്കിലും അല്ലാതെയും. ഇപ്പൊ അടൂർ സാറ് വരെ 4 പെണ്ണുങ്ങൾ എന്ന് പറയുന്ന പോലെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സിനിമകൾ ചെയ്തെന്നാണ് കരുതുന്നത്. അപ്പം അതൊരു വലിയ സിനിമ ചെയ്താലാണ് സിനിമാക്കാരനാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് പോലും ബിഗ് സ്ക്രീൻ സ്വപ്നം കാണുന്നവരാണ്. അപ്പോൾ അത് ഒരു സാമ്പിളാണ് ചെയ്യുന്നത് ശരിക്കും. അതുപോലും ഒരു വലിയ ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ ഉൾപ്പെടുത്തി ഞാനിത് ചെയ്യും, എനിക്കിത് കഴിയും എന്ന് ഒരു സംവിധാനം തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പലപ്പോഴും ഷോർട്ട് ഫിലിമുകൾ. പക്ഷെ ഞങ്ങൾ ആ ഒരു അവസരം ഞങ്ങൾ സിനിമയിൽ തന്നെ പരീക്ഷിക്കുകയാണ്. പിന്നെ ഇതിൽ
ഈ പറയുന്ന ചിത്രങ്ങൾ നാല് ജോണറിൽപ്പെട്ട ചിത്രങ്ങളാണ്. അപ്പോൾ ഒരു സിനിമ കാണാൻ വരുന്നവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ജോണറുള്ള സിനിമകളാണ് പലപ്പോഴും നമ്മൾ സെലക്റ്റീവായിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത്. ചിലപ്പോൾ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർക്ക് റൊമാൻസ്, ചിലർക്ക് ഫീൽ ഗുഡ്, അല്ലെങ്കിൽ ചിലർക്ക് ഫാൻറ്റസി എന്നൊക്കെ പറയുന്ന പല പല മേഖലകളുണ്ടല്ലോ. ഇതാവുമ്പോൾ ഈ 4 ജോണറും ഇഷ്ടപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഈ സിനിമയ്ക്ക് ടോട്ടലി ഒരു കണക്ഷൻ ഉണ്ടാവും, പക്ഷെ 4 ജോണറിലായിരിക്കും ഈ ചിത്രം നമ്മൾ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. അപ്പോൾ റിയലി ഒരു ആന്തോളജി എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളുടെ അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സിനിമ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഈ ഫൈറ്റ് രംഗങ്ങൾ പൊതുവെ കുറവാണെന്ന് ഇപ്പോൾ ഈ ഇടയ്ക്ക് ദർശന ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കഥാപാത്രം കിട്ടുകയാണെങ്കിൽ അവർക്ക് പെർഫോമൻസ് ചെയ്യാൻ കുറേ ഏരിയസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കഥകൾ വരുന്നില്ല. അപ്പോൾ ഇതിൽ അങ്ങനത്തെ എങ്ങനെയെങ്കിലും സ്ത്രീകൾ അങ്ങനെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, ചില ഇത്തരത്തിൽ മാർഷ്യൽ ആർട്സ് വരുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള രംഗങ്ങൾ വരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ സ്ത്രീകൾക്ക് ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ സിനിമയിൽ പെർഫോം ചെയ്യുന്ന പല ഘടകങ്ങളും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവരുടെ എന്താ പറയുക, വൈകാരിക തലങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ രൗദ്രഭാവമായാലും അല്ലെങ്കിൽ ലാസ്യമായാലും അല്ലെങ്കിൽ നർമ്മമായാലും എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മളിനകത്ത് എല്ലാ ചേരുവകളും ഒത്തണമെങ്കിൽ ഒരു നല്ല ചിത്രം തന്നെയായിരിക്കും. അപ്പോൾ പാട്ടൊക്കെ ഉണ്ടാവും. ഞങ്ങൾ 4 പേര് ചെയ്യുന്ന പടമാണെങ്കിലും ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്ന 4 ക്യാരക്ടറാണ്. ഈ ഓരോ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടറാണ് സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവർ എത്രത്തോളം ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ആർട്ടിസ്റ്റിൽ ഇത് വെച്ചിട്ട് പടം ഭംഗിയാക്കാൻ കഴിയും. സാധാരണ ഒരു സംവിധായകരെ പോലുള്ള നിങ്ങൾ അതായത് സിനിമാ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ അഭിനയിക്കുന്നുണ്ടോ 4 പേരും ഈ സിനിമയിൽ? ഇല്ല, അഭിനയിക്കുന്നില്ല. കാരണം ഇത് പിടിപ്പത്ത് ജോലി, അറിയാൻ വയ്യാത്തൊരു പിടിപ്പത്ത് ജോലി ഇപ്പുറത്ത് കിടപ്പുണ്ട്. അറിയാൻ വയ്യെന്നല്ല, നമ്മൾ ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ ആൽബംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഷോ സംവിധാനം ചെയ്യാന്ന് പറയുന്നൊരു വലിയ കുഴപ്പം പിടിച്ച പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ കാലത്തെയും ഒരു സ്വപ്നമാണ്. അഭിനയിച്ചിട്ടുണ്ട്, ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളും ആ സമയത്ത് പഠിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ എല്ലാ തരത്തിലുള്ള പൂർണ്ണമായിട്ട് അതിൽ ആ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇതിൽ അഭിനയിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നത്തേക്ക് പ്രതീക്ഷിക്കാം നമുക്ക്? ഷൂട്ടിങ് എത്രയും പെട്ടെന്ന്, നമുക്കിപ്പോൾ ബാക്കി കാര്യങ്ങളിന് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അധികം പോകാതെ ഒരു നവംബർ മാസത്തിലെങ്കിലും ഷൂട്ടിങ് ആരംഭിക്കണം എന്നുള്ളതാണ് അല്ലേ സാർ. പുതുമുഖങ്ങളുണ്ടാവും, പുതുമുഖങ്ങൾക്കും അവസരമുണ്ട്. കൂടുതലും നമ്മളെ പുതുമുഖങ്ങൾക്കാണ് അവസരം. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ പുതുമുഖങ്ങൾ വന്നു എന്നോർത്ത് ഒരു കുഴപ്പമില്ല. കാരണം പ്രത്യേകതയുള്ള പെർഫോമൻസ് കാണാൻ ആഗ്രഹിക്കുന്ന സമയം. ഇപ്പം ഈ 4 ക്യാരക്ടർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ മനസ്സിൽ ഒത്തിരി നാടക ആർട്ടിസ്റ്റുകളുണ്ട്, ഇവരൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ജോണറാണ് വരുന്നത് ഇതില്? അത് ഈ ജോണേഴ്സ് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു പ്രൊഡിക്ഷൻ ഒക്കെ വരും. അപ്പോൾ അതിനകത്ത് എന്തായാലും 4 വ്യത്യസ്ത ജോണേഴ്സ് ആയിരിക്കും. ത്രില്ലിങ് ഉണ്ടാവും, ബാക്കി എല്ലാം ഉണ്ടാവും. ത്രില്ലർ, ഫീൽ ഗുഡ്, എല്ലാ ജോണേഴ്സും പ്രതീക്ഷിക്കാം. അതിലൊരു 4 ജോണർ ഉണ്ടാവും അല്ലേ. പരിപാടി ഗംഭീരമായിട്ട്. സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. മീഡിയയുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ. എല്ലാം ഇതിപ്പോ സംഭവങ്ങൾ കൃത്യമായിട്ട് പറയുമ്പോഴത്തേക്ക് നിങ്ങളോട് തന്നെ പറയുള്ളൂ ആദ്യമേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.